ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ. ആരായിരുന്നു? ഫസൽ അലി. ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സിറ്റിംഗ് നടന്ന ദിവസം 1946 ഡിസംബർ 9. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായി മീറ്റ് ചെയ്തത് 1946 ഡിസംബർ 9 തീയതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓൺ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26. 1949 നവംബർ 26. വാട്ട് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്താണ്? ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് റിപ്പബ്ലിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ എ ഡെമോക്രസി ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡിനെ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന രീതി കടമെടുത്ത രാജ്യം. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന രീതി ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളത് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. ഹൂ വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അഡ്വൈസറായി അപ്പോയിൻറ്റ് ചെയ്തത് ആരെയാണ്? BN റാവുവിനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. ആരെയാണ്? BN റാവു. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 93 ആണ്. 93 പേരെയാണ് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ട് നോമിനേറ്റ് ചെയ്തത്. ദ കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ബോറോഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന കൺസെപ്റ്റ് കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഐറിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തത്. എവിടെ നിന്നാണ്? ഐറിഷ് റിപ്പബ്ലിക്. ഹൂ വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രസിഡന്റ് അറിയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. The type of rights have been described as the first generation of right. ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന റൈറ്റ് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന റൈറ്റ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 2000 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2000 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്ത വർഷം. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്ത വർഷം 1956. 1956. ദ ഡയറ്റ് ഈസ് ദ പാർലമെൻറ്റ് ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡയറ്റ്. ജപ്പാൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡയറ്റ്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് സെറ്റപ്പ് അണ്ടർ ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ മുഖാന്തരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയത് എന്തിൻ്റെ ഫലമായിട്ടാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ ഫലമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചത്. ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജസ്റ്റിസ് വെങ്കിട ചെല്ലയ്യ. ആരാണ്? ജസ്റ്റിസ് വെങ്കിട്ട ചെല്ലയ്യാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ. ദ സർക്കാരിയ കമ്മീഷൻ വാസ് സെറ്റപ്പ് ടു റിവ്യൂ ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെയും സെൻട്രലിലെ റിലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്? റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് സർക്കാരിയ കമ്മീഷൻ രൂപീകരിച്ചത്. താഴെ പറയുന്ന അംഗങ്ങളിൽ ഒരാൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ്. ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മാധവ റാവു,
KM മുൻഷി. ഇതിൽ ജവഹർലാൽ നെഹ്റു ഒഴിച്ചു ബാക്കി എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അംഗമല്ല. The provisions concerning the suspension of fundamental rights by the president during the emergencies was borrowed from. എമർജൻസി സന്ദർഭങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം എവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? എമർജൻസി വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിന് ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. അതായത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിനെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിനെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആമുഖത്തെ അഥവാ പ്രിയാമ്പിളിനെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖം? ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓൺ. എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് BN കൃഷ്ണ കമ്മിറ്റിയെ രൂപീകരിച്ചത്? എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റിയെ രൂപീകരിച്ചത്? ശ്രീകൃഷ്ണ കമ്മിറ്റിയെ രൂപീകരിച്ചത് തെലങ്കാന സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. തെലങ്കാന സ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പഠനത്തെക്കുറിച്ചാണ് സർക്കാർ ശ്രീകൃഷ്ണ കമ്മീഷൻ പഠനം നടത്തിയത്. ശ്രീകൃഷ്ണൻ കമ്മിറ്റി എന്തിനു വേണ്ടിയുള്ളതാണ്? തെലങ്കാന സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്മീഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെന്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും വലുത്, എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറേഷൻ ഈസ് ബോറോഡ് ഫ്രം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫെഡറേഷൻ എന്ന കൺസെപ്റ്റ് ബോറോ ചെയ്തത്. ഫെഡറേഷൻ എന്ന കൺസെപ്റ്റ് ബോറോ ചെയ്തത് ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്? കാനഡയിൽ നിന്നുമാണ് ഫെഡറേഷൻ കടമെടുത്തിട്ടുള്ളത്. എവിടെ നിന്ന്? കാനഡയിൽ നിന്ന്. ബനാന റിപ്പബ്ലിക് എന്നാൽ എന്താണ്? എന്താണ് ബനാന റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺട്രീസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. രാജ്യത്തിൽ രാഷ്ട്രീയ അരാജകത്വമുള്ള രാജ്യങ്ങളെയാണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നത്. കൺട്രീസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതിനെയാണ് നമ്മൾ ബനാന റിപ്പബ്ലിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം ക്ലോസ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമ ഫേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ ദ ഫസ്റ്റ് വ്യൂ, ആദ്യത്തെ കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ പ്രൈമ ഫേഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമ ഫേഷ്യ ഓൺ ദ ഫസ്റ്റ് റിവ്യൂ. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിച്ച് എനാക്റ്റഡ്, അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെച്ച ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തപ്പോഴും എനാക്ട് ആയപ്പോഴും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സൈൻ ചെയ്തത്. എ പേഴ്സൺ ക്യാൻ അപ്ലൈ ഫോർ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ ദ മിനിമം പീരീഡ് ഓഫ് 5 years. 5 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. 5 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിൽ പരമാധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യയിൽ പരമാധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പീപ്പിൾ, രാജ്യത്തിലെ ജനങ്ങളിലാണ് ഇന്ത്യയിലെ പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യയിലെ പരമാധികാരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ദ പീപ്പിൾ. സെക്യുലറിസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്യുലറിസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ സ്റ്റാറ്റസ് ഫോർ ആൾ റിലീജിയസ്. എല്ലാ ജാതിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും ഒരേ സ്റ്റാറ്റസ് നൽകുക എന്നതുകൊണ്ടാണ് സെക്യുലറിസം ഉദ്ദേശിക്കുന്നത്. സെക്യുലറിസം ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ എല്ലാ മതക്കാർക്കും ഒരേ സ്റ്റാറ്റസ് ആണ്. അതാണ് സെക്യുലറിസം ഉദ്ദേശിക്കുന്നത്. സെക്യുലറിസം മീൻസ് ഈക്വൽ സ്റ്റാറ്റസ് ഫോർ ആൾ റിലീജിയൻസ്. ദ ഫസ്റ്റ് റിട്ടൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ദ ഫസ്റ്റ് റിട്ടൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കൂടാതെ ദ ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം USA ആണ്. ദ ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം USA ആണ്. ഹൗ മെനി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആർ ദെയർ ഇൻ ഇന്ത്യ?
ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളും എത്ര യൂണിയൻ ടെറിട്ടറീസും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസുമാണ് ഇന്ത്യയിലുള്ളത്. 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസും. ഹൗ മെനി ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂളേഴ്സ് ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ വെൻ ഇറ്റ് വാസ് ഒറിജിനലി പാസ്ഡ്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് ബിക്കോസ് പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇന്ത്യയെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനും സെൻട്രലുമായിട്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയാണ്. ദ വേർഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 42ാമത്തെ അമെൻമെൻറ്റ് 1976. 1976 42ാം അമെൻമെൻറ്റിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന 3 വാക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ ചേർത്തത് 42ാമത്തെ അമെൻമെൻറ്റ് 1976. ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള സിറ്റിസൺഷിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള സിറ്റിസൺഷിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്ത്യയിലുള്ളത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വിച്ച് കൺട്രീസ് പാർലമെൻറ്റ് ഹാസ് ദ ലാർജസ്റ്റ് മെമ്പർഷിപ്പ്? ഏത് രാജ്യത്തെ പാർലമെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയാണ്. അപ്പോൾ ചൈനയിലെ പാർലമെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 26 ജനുവരി 1950. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 26 ജനുവരി 1950. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഉത്തരം. ഇന്ത്യ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എ നാഷൻ വിച്ച് ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് റിപ്പബ്ലിക്. ഒരു രാജ്യത്തിൻ്റെ ഹെഡിനെ നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമാണ് നമുക്ക് പറയാം. ഒരു രാജ്യത്തിൻ്റെ ഹെഡിനെ തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ റിപ്പബ്ലിക് ആണെന്ന് പറയാം. ദ കൺസെപ്റ്റ് ഓഫ് പ്രസിഡൻഷ്യൽ എലക്ഷൻ വാസ് ബോറോഡ് ഫ്രം അയർലൻഡ്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? USSRൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത്. എവിടെ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത്? USSRൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത്. ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസിൽ നിന്നുമാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോർണർ സ്റ്റോൺ ഓഫ് ദ നാഷൻ വാസ് റിട്ടൺ ബൈ ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോർണർ സ്റ്റോൺ ഓഫ് ദ നാഷൻ വാസ് റിട്ടൺ ബൈ ഗ്രാൻവില്ല ഓസ്റ്റിൻ. ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രീവിയസിൻ്റെ പാർട്ട് 2 നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ആൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്ന റൈറ്റ് ഏതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറിയായി എഡ്യൂക്കേഷൻ നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന റൈറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 51A. ഏത് ആർട്ടിക്കിളാണ്? 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അടുത്തായി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്.
86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺസ് ആർ എൻറിച്ച്ഡ് ഇൻ തേർഡ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3ാമത്തെ പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ 3ാമത്തെ പാർട്ടിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കംസ് അണ്ടർ ദ ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് ആർട്ടിക്കിൾ 21A വരുന്നത്. ദ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊഹിബിറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സിനെയും ഡ്രഗ്സിനെയും പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഇൻടോക്സിക്കേറ്റിംഗ് ആയ ഡ്രിങ്ക്സിനെയും ഡ്രഗ്സിനെയും നിരോധിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പ്രകാരം ഇൻടോക്സിക്കേറ്റിംഗ് ആയ ഡ്രിങ്ക്സുകളെയും ഡ്രഗ്സിനെയും ഒഴിവാക്കണം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് ടു പ്രൊഡ്യൂസ് എ പേഴ്സൺ സഫറിംഗ് ഡിറ്റൻഷൻ ഈസ് കാൾഡ് ഹേബിയസ് കോർപ്പസ്. അതായത് അനധികൃതമായി തടങ്കൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കണം എന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അനധികൃതമായി തടങ്കലിലിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഏത് ഇക്വാലിറ്റിയിൽ വരുന്നു? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലാണ് വരുന്നത്. സാർവത്രിക വോട്ടവകാശം പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലാണ് വരുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വരുന്നത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലാണ്. ഹൂ ഈസ് ദ ഗാർഡിയൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യറിയാണ് ഗാർഡിയൻ. ജുഡീഷ്യറിയാണ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻ. എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി സസ്പെൻഡ് ആവുന്ന റൈറ്റ് ഏതാണ്? എമർജൻസി അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റൈറ്റ് സസ്പെൻഡ് ആവും. ആ റൈറ്റാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന റൈറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സസ്പെൻഡ് ആവുന്നതായിരിക്കും. അതായത് നമുക്ക് അനാവശ്യമായി ഒന്നും സംസാരിക്കാൻ പാടില്ല എമർജൻസി കാലഘട്ടത്തിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ട്രൂ ഡെമോക്രസി ഈസ് വാട്ട് പ്രൊമോട്ട്സ് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഒരു യഥാർത്ഥ ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൽഫെയർ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ദ ട്രൂ ഡെമോക്രസി ഈസ് വാട്ട് പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഇത് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞതാരാണ്? മഹാത്മാഗാന്ധി. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്. പാർട്ട് 4 ഭാഗം 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം 4 ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെയാണ് പാർട്ട് 4 ഡീൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മുമ്പ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന മറ്റൊരു പേരിൽ നമ്മൾ പഠിച്ചത്. പാർട്ട് 4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അങ്ങനെ ഓപ്ഷൻ ഇല്ല എങ്കിൽ ഇങ്ങനെ ഓപ്ഷനിൽ കാണും, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന ഓപ്ഷനിൽ കാണും. നമുക്കുള്ള റിട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ഷെർഷുറി, പ്രൊഹിബിഷൻ, കോവാറണ്ടർ. ഇതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ഷെർഷുറി, പ്രൊഹിബിഷൻ, കോവാറണ്ടർ. വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദ്യം. ഉത്തരം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 3 ആണ്. പാർട്ട് 3 അറിയാം എന്താണെന്ന് നമ്മൾ പാർട്ട് 3 പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പാർട്ട് 3. അതിന് തന്നെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസ്? ഗവൺമെൻറ് ഓഫീസുകളിൽ എല്ലാവർക്കും തുല്യ ജോലി എന്നുള്ള
പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ഈ ഗവൺമെൻറ് ജോലി എല്ലാവർക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ഇൻ ഇന്ത്യ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. ഇൻ ഇന്ത്യയിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ? റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21Aയിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഒരാൾ തൻ്റെ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരാൾ തനിക്ക് നിക്ഷിപ്തമായ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ B.R. അംബേദ്കർ ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? താഴെ പറയുന്ന റൈറ്റുകൾ ഏതിനെയാണ് ഡോക്ടർ B.R. അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്? ഡോക്ടർ അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ ആർട്ടിക്കിൾ 32 ആണെന്ന് പറയും. ആർട്ടിക്കിൾ 32 ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ അനാവശ്യമായി തടവിൽ വച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഖരാവോ എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ നിയമരഹിതമായി തടഞ്ഞു വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഖരാവോ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ദ പ്രൊവിഷൻ ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത്. വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓഫ് ബിലോ ഏജ് 14? 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45ലാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും കമ്പൽസറിയുമായ എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത്. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ദ റീസണബിൾ റെസ്ട്രിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾ 19ൽ 2 ആണ്. ദ റീസണബിൾ റെസ്ട്രിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾ 19(2). 19(2) എന്ന ആർട്ടിക്കിളിലാണ് ദ റീസണബിൾ റെസ്ട്രിക്ഷൻ ഈസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റീസണബിൾ റെസ്ട്രിക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 19(2)ലാണ്. ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കിയത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കിയത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കി മാറ്റിയത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻക്ലൂഡ്സ്. സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഹൂ ബിക്കം ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ ആദ്യ രക്തസാക്ഷി ആരെന്നാണ് ചോദ്യം. ഹൂ ബിക്കം ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? ഉത്തരം സോക്രട്ടീസ് ആണ് ആദ്യ മാർട്ടിയർ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഡാഷ് റൈറ്റ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഡാഷ് റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലീഗൽ റൈറ്റ് ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട്? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ടേം ആരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? പത്രക്കാരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ടേം ഉപയോഗിക്കുന്നത്. ആരെയാണ്? പ്രസ്. ദ കോർട്ട് ഓർഡർ വിച്ച് ലിറ്ററലി മീൻസ് ടു ഹാവ് ദ ബോഡി? ദ കോർട്ട് ഓർഡർ വിച്ച് ലിറ്ററലി മീൻസ് ടു ഹാവ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഹേബിയസ് കോർപ്പസ് ആണ്. എ വെൽഫെയർ സ്റ്റേറ്റ് ഹാസ് എ മോറൽ ഒബ്ലിഗേഷൻ ടു പ്രൊവൈഡ് വെൽഫെയർ സർവീസ് എക്സ്പെഷ്യലി ടു വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി പരിഗണന നൽകേണ്ടത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ സമൂഹത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വെൽഫെയർ സൊസൈറ്റിയുടെ പ്രധാന
ലക്ഷ്യം എന്ന് പറയുന്നത്. ദ ടേം അൺടച്ചബിൾസ് വാസ് യൂസ്ഡ് ടു റെഫർ ടു ദ ഡിപ്രസ്ഡ് കാസ്റ്റ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ദ ടേം അൺടച്ചബിലിറ്റി വാസ് യൂസ്ഡ് ടു റെഫർ ടു ദ ഡിപ്രസ്ഡ് കാസ്റ്റ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ. എലമെൻ്ററി എഡ്യൂക്കേഷൻ ബിക്കം ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 2002 എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയി മാറിയത്. എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയത് 2002 റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണോ അല്ലയെന്ന് ചിലപ്പോൾ ചോദിക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4A പറയുന്നത്. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4A. ആർട്ടിക്കിൾ 40 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്. ആർട്ടിക്കിൾ 14 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്. ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് ആരുടെ റെക്കമെൻഡേഷൻ മുഖാന്തരമാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. റൂൾ ഓഫ് ലോ മീൻസ് ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. റൂൾ ഓഫ് ലോ മീൻസ് ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ലൈക്ക് എ ചെക്ക് പേബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എ ചെക്ക് പേബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. ദ ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽസ് വിത്ത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്ട്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. Man is born free but he is everywhere in chains. Man is born free but he is everywhere in chains എന്ന് പറഞ്ഞത് റൂസോയാണ്. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്, എന്നാൽ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി വർക്കിംഗ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2 പാർട്ടുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. ഇന്ന് നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആര് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം പ്രൈം മിനിസ്റ്ററാണ്. ഉത്തരം ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ആരാണ്? പ്രൈം മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ അപ്പോയിൻറ്റ് ദ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ? Who appoint the chairman and other members of this joint public service commission? Joint public service commissionലെ ചെയർമാനെയും അതർ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അതർ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രസിഡൻ്റാണ്. ഉത്തരം ആരാണ്? പ്രസിഡൻ്റാണ്. എന്താണ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അതർ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 86 എംപവേഴ്സ് ദ പ്രസിഡൻറ്റ് ടു. ആർട്ടിക്കിൾ 86 പ്രസിഡൻറ്റിന് എന്തിനു വേണ്ടിയുള്ള പവറാണ് നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 86 പ്രസിഡൻറ്റിന് എന്തിനു വേണ്ടിയുള്ള പവറാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം സെൻഡ് മെസ്സേജ് ടു പാർലമെൻറ്റ്. സെൻഡ് മെസ്സേജ് ടു
പാർലമെൻറ്റാണ്. പാർലമെൻറ്റിന് മെസ്സേജ് നൽകുന്നതിന് വേണ്ടി ഉള്ള പവറാണ് ആർട്ടിക്കിൾ എന്ത് നൽകിയിരിക്കുന്നത്, ആർട്ടിക്കിൾ 86 പ്രസിഡൻറ്റിന് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറിജിനലി 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെയർ ഇൻക്ലൂഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഇൻക്ലൂഡഡ് എമംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ ഇപ്പോഴില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അതിൽ ഉൾക്കൊണ്ടിട്ടില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായപ്പോൾ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഇല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ റൈറ്റ്സ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ല, അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉള്ളൂ. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസ്, റൈറ്റ് ടു ഇക്വാലിറ്റീസ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെട്ടത് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 263 പ്രൊവൈഡ്സ് ഫോർ. ആർട്ടിക്കിൾ 263 എന്താണ് നൽകുന്നത്? ആർട്ടിക്കിൾ 263 എന്താണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ് ആർട്ടിക്കിൾ 263 പറയുന്നത്. ആർട്ടിക്കിൾ 263 എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 263 പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ക്രിയേറ്റഡ് ബൈ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരു മന്ത്രിയെ നിയോഗിച്ചു തുടങ്ങിയത് രാജീവ് ഗാന്ധിയാണ്. The Ministry of Human Resource Development was created by രാജീവ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു ഗ്രാൻഡ് പാർഡൺസ്. ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പാർഡണിംഗ് പവർ നൽകുന്നത്? ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പാർഡണിംഗ് പവർ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 72 ആണ്. ആർട്ടിക്കിൾ 72 ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പാർഡണിംഗ് പവർ നൽകുന്ന ആർട്ടിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഈസ് വേസ്റ്റഡ് ടു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എക്സിക്യൂട്ടീവ് പവർ ആരിൽ നിക്ഷിപ്തമാണ്? എക്സിക്യൂട്ടീവ് പവർ ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. എക്സിക്യൂട്ടീവ് പവർ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ഈസ് വേസ്റ്റഡ് ടു പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the fundamental duties are incorporated to the constitution under the recommendation of. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ഉൾപ്പെടുത്തിയത് ആരുടെ റെക്കമെൻഡേഷൻ ഫലമാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് ആരുടെ റെക്കമെൻഡേഷൻ ഫലമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ എവിടെ ഉൾപ്പെടുത്തിയത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ പ്രസിഡന്റ് ഈസ് എലക്റ്റഡ് ബൈ. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രൽ കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഓഫ് ദ അറ്റോർണി ജനറൽ. താഴെ പറയുന്നതിൽ അറ്റോർണി ജനറലിന് ആപ്റ്റ് ആവാത്ത സെൻറ്റൻസ് ഏത് എന്നാണ് ചോദ്യം. അറ്റോർണി ജനറലിന് ആപ്റ്റ് ആവാത്ത സെൻറ്റൻസ് ഏത് എന്നാണ് ചോദ്യം. അതിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ ഹി അഡ്വൈസ് ദ ഗവൺമെൻറ് ഓഫ് ലീഗൽ മാറ്റേഴ്സ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഹി അഡ്വൈസ് ദ ഗവൺമെൻറ് ഓഫ് ലീഗൽ മാറ്റേഴ്സ്. ലീഗൽ മാറ്റേഴ്സിന് ഗവൺമെൻറ്റിനെ ഉപദേശിക്കാനുള്ള പവർ അറ്റോർണി ജനറലുണ്ട്. ഹി ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് എയ്തർ ഹൗസ്. ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യാനുള്ള പെർമിഷനുണ്ട് അദ്ദേഹത്തിന്? ഹി ഹാസ് എ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് എയ്തർ ഹൗസ്. രണ്ട്
ലോക്സഭയിലും രാജ്യസഭയിലും അദ്ദേഹത്തിന് പങ്കെടുക്കാനും സംസാരിക്കാനുള്ള അധികാരമുണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ ഹീ ക്യാൻ ബി ദ മെമ്പർ ഓഫ് എനി പാർലമെൻറ്റ് കമ്മിറ്റി ബട്ട് നോട്ട് എൻടൈറ്റിൽ ടു വോട്ട്. ഏത് പാർലമെൻറ്റ് കമ്മിറ്റിയിലും അദ്ദേഹത്തിന് മെമ്പറാവും, പക്ഷേ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഇത് മൂന്നും എ ജിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അറ്റോർണി ജനറലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടുത്തെ ഉത്തരവെന്ന് പറയുമ്പോൾ ഹി കനോട്ട് സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് പാർലമെൻ്ററിയിൽ പങ്കെടുക്കാനും പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാവാനും കഴിയില്ല എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് പാർലമെൻറ്റിലും പങ്കെടുക്കാനും പറ്റും, അവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചീഫ് സ്പോക്സ്മാൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചീഫ് പ്രോഗ്രാം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചീഫ് സ്പോക്സ്മാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് ദ പവർ ടു സസ്പെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നാഷണൽ എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ് എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം. അടുത്ത ചോദ്യം, ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു പ്രസിഡൻ്റായി മത്സരിക്കണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തീകരിക്കണം? പ്രസിഡൻ്റായി മത്സരിക്കണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റൂ. 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് മെയ്ഡ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അണ്ടർ ദ ആർട്ടിക്കിൾ 352 ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഇയർ ഓഫ്. 352 പ്രകാരമുള്ള എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ച വർഷം. 352 പ്രകാരമുള്ള എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ച വർഷം 1962ആണ്. 1962 ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ചത്. അടുത്തത്, ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ഗവൺമെൻറ് ഈസ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് ഗ്രാൻഡഡ് ബൈ ദ 5 ആർട്ടിക്കിൾ. റൈറ്റ് ടു ഇക്വാലിറ്റി 5 ആർട്ടിക്കിളായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അത് ഏതൊക്കെ എന്നാണ് ചോദ്യം. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് ഗ്രാൻഡഡ് ബൈ ദ 5 ആർട്ടിക്കിൾസ് വിച്ച് ആർ ദേ. അത് ഏതൊക്കെയാണ്? അത് നമ്മൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളതാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. 14 മുതൽ 18 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ഹൂ ഹാസ് റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പാർലമെൻറ്റ് വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ്. അതായത് വോട്ടിംഗ് അധികാരമില്ലാത്ത പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഓഫീസർ ആര് എന്നാണ് ചോദ്യം. വോട്ടിംഗ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഓഫീസർ ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം അറ്റോർണി ജനറലാണ്. എ ജിക്കാണ് എന്താണ് വോട്ട് ചെയ്യാൻ അധികാരമില്ലെങ്കിലും പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അധികാരമുള്ള ഓഫീസർ അറ്റോർണി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇഷ്യൂഡ് അണ്ടർ ദ ക്ലോസ് ആർട്ടിക്കിൾ 352 മേ ബി വേരിഡ് ഓർ റിവോക്ഡ് ബൈ. അതായത് 352 പ്രകാരം വിളംബരം ചെയ്ത എമർജൻസിയെ എങ്ങനെയാണ് അത് റിവോക്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 352 പ്രകാരം പുറപ്പെടുവിച്ച എമർജൻസിയെ എങ്ങനെ നിർത്തണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ എന്ന് പറയുമ്പോൾ എ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ. അതിന് ഒരു സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ഇറക്കി 352 എമർജൻസിയെ നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു വിളംബരം നടത്തി 352 എമർജൻസി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. 352 എമർജൻസി ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ഇറക്കി നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഡിസോൾവ്ഡ് ദ ലോക്സഭ ഓൺ. നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിന് എങ്ങനെയാണ് ലോക്സഭയെ പിരിച്ചുവിടാൻ കഴിയുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിന് എങ്ങനെയാണ് ലോക്സഭയെ പിരിച്ചുവിടാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം?
ലോക്സഭയെ നമുക്ക് പിരിച്ചുവിടാം. പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ലോക്സഭയെ പിരിച്ചുവിടാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ പ്രസിഡൻറ്റ് ഗോസ് ഔട്ട് ദ ഫോറിൻ ടൂർ ഹിസ് റെസ്പോൺസിബിലിറ്റി വിൽ എൻട്രസ്റ്റഡ് വിത്ത്, അതായത് നമ്മുടെ പ്രസിഡൻറ്റ് ഫോറിൻ ടൂറിന് വല്ലതും പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പവർ ആരിലാണ് നിക്ഷിപ്തം? അദ്ദേഹത്തിൻ്റെ പവർ ആരാണ് വഹിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം വൈസ് പ്രസിഡൻ്റാണ്. ഉത്തരം എന്താണ്? വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കേണ്ടത്. വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റിട്ടേണിംഗ് ഓഫീസർ ഓഫ് ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആരാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഓർ ലോക്സഭ. ലോക്സഭയുടെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെയോ സെക്രട്ടറി ജനറലാണ് എന്താണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നത്. ലോക്സഭയുടെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെയോ സെക്രട്ടറി ജനറലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫൻസ് മിനിസ്റ്റർ ഇൻ മൊറാർജി ദേശായി മിനിസ്ട്രി. മൊറാർജി ദേശായി മിനിസ്ട്രിയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്ന് ചോദ്യം. ജഗ്ജീവൻ റാമാണ്. ജഗ്ജീവൻ റാമാണ് മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ. മൊറാർജി ദേശായി മിനിസ്ട്രിയുടെ ഡിഫൻസ് മിനിസ്റ്റർ ജഗ്ജീവൻ റാമാണ്. അടുത്ത ചോദ്യം, ഡാഷ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വിച്ച് ദ പ്രസിഡൻ്റൽ റൂൾ ഇമ്പോസ്ഡ് അപ്പോൺ. പ്രസിഡന്റ് റൂൾ നേരിട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. പ്രസിഡന്റ് റൂൾ നേരിട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ആൻസർ പഞ്ചാബാണ്. പഞ്ചാബിലാണ് ആദ്യമായി പ്രസിഡന്റ് റൂള് വന്നത്. പഞ്ചാബിലാണ് ആദ്യമായി പ്രസിഡൻഷ്യൽ എമർജൻസി വന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ എമർജൻസി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ തവണ എമർജൻസി പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അവർ പ്രൈം മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആർക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ക്യാബിനറ്റ്. അവർ പ്രൈം മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ക്യാബിനറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ നോൺ മെമ്പർ ഓഫ് എ പാർലമെൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹി മസ്റ്റ് ബിക്കം എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് വിത്തിൻ, അതായത് പാർലമെൻറ്റിൽ മെമ്പറല്ലാത്ത ഒരാൾ മന്ത്രിയാകണമെങ്കിൽ അയാൾ മന്ത്രിയായി എത്ര മാസത്തിനകം പാർലമെൻറ്റിൽ അംഗമാണ്? പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എത്ര മാസത്തിനുള്ളിൽ അയാൾ പാർലമെൻറ്റിൽ അംഗത്വം നേടണമെന്നാണ് ചോദ്യം. ഉത്തരം 6 മാസത്തിനുള്ളിൽ ഇലക്ഷനിൽ നിന്ന് പാർലമെൻറ്റിൽ അംഗത്വം നേടണം. അതാണ് നിയമം. പാർലമെൻറ്റിലില്ലാത്ത ഒരാൾ മന്ത്രിയാക്കണമെങ്കിൽ അയാൾ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ അംഗമാവണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യാസ് ആംഡ് ഫോഴ്സ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രസിഡൻ്റാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡർ, ഇന്ത്യൻ പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു. എന്താണ്? ഇൻ ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിന് സബോർഡിനേറ്റർ ആയിരിക്കും എക്സിക്യൂട്ടീവ്. ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു ലെജിസ്ലേറ്റർ. അപ്പോൾ ആൻസർ ലെജിസ്ലേറ്റർ. ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു ലെജിസ്ലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ക്യാൻ എ പേഴ്സൺ ബി എലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാം? ഒരാളെ എത്ര തവണ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാമെന്നാണ് ചോദ്യം. ഉത്തരം നോ ലിമിറ്റാണ്. എത്ര തവണ വേണോ ഒരാളെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാം. എത്ര തവണ വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് ആർക്കൊക്കെ പങ്കെടുക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം എന്നാണ് ചോദ്യം. ഉത്തരം മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. രാജ്യസഭയുടെയും ലോക്സഭയുടെയും അംഗങ്ങളെ വെച്ചാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ ദ പ്രസിഡൻറ്റ്. നാഷണൽ എമർജൻസി പ്രസിഡൻറ്റിനെ ഡിക്ലെയർ ചെയ്യാം. അത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രസിഡൻറ്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്.
നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അറിയാം, ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡിഡ് നോട്ട് ഫേസ് ദ ലോക്സഭ ഈവൻ അൺസ്? ഒരു പ്രാവശ്യം പോലും ലോക്സഭയെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒരു തവണ പോലും ലോക്സഭയെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ആരാണ്? ചരൺ സിംഗ്. അടുത്ത, പാർട്ട് 18 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 18ാമത്തെ പാർട്ടിൽ പറയുന്നത് എന്തെന്നാണ് ചോദ്യം. ഉത്തരം പഞ്ചായത്തുകളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ടാണ് പാർട്ട് 18. പാർട്ട് 18 പഞ്ചായത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം രാജ്യസഭ വിത്ത് ദ കൺകറൻസ് ഓഫ് ലോക്സഭ. രാജ്യസഭ വിത്ത് ദ കൺകറൻസ് ഓഫ് ലോക്സഭയാണ് എന്ത് വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ വിത്ത് കൺകറൻസ് ഓഫ് ലോക്സഭ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി all the powers of the central and state government rested in which government? എമർജൻസി കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പവർ ആരിൽ നിക്ഷിപ്തമാണ്? എമർജൻസി കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പവർ ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിലായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അധികാരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സമാധി ഓഫ് മൊറാർജി ദേശായി ഇസ് നോൺ എസ്. മൊറാർജി ദേശായിയുടെ സമാധി സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് അഫയഘട്ട്. എന്താണ്? അഫയഘട്ട്. അണ്ടർ ദ ഹൂസ് അഡ്വൈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ദ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസി പ്രഖ്യാപിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് 352 പ്രകാരമുള്ള എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഹൗ മെനി ടൈംസ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് സോ ഫാർ? ഇതുവരെയും എത്ര ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇതുവരെയും എത്ര ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഉത്തരം ത്രൈസ്. 3 ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എത്ര എണ്ണം? 3 എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ക്യാൻ ഡിസ്മിസ് എ മെമ്പർ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ ഒരാളെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? പ്രസിഡന്റിനാണ് ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം. ഒരു മന്ത്രി ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റാണ്. അങ്ങനെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് ആരുടെയോ നിർദ്ദേശം ലഭിക്കണം. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ ഡിസ്മിസ് ചെയ്യാൻ പറ്റൂ. അത് പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള ഒരു മെമ്പറെ ഡിസ്മിസ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ സംടൈംസ് സിംപ്ലി കീപ്പ് എ ബിൽ ഓൺ ഹിസ് ടേബിൾ ഇൻഡെഫിനിറ്റ്ലി വിത്തൗട്ട് ഗിവിംഗ് ഓർ റെഫ്യൂസിങ് അസെറ്റ്. അതിന് എന്താണ് പറയുന്നത്? അതായത് പ്രസിഡന്റിന് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒപ്പിടുകയോ അല്ലെങ്കിൽ അത് നിരസിക്കുകയോ ചെയ്യാതെ കുറച്ച് കാലം വരെ പ്രസിഡന്റിൻ്റെ ടേബിളിൽ അത് സൂക്ഷിക്കാം. ആ പവറിനെ എന്ത് പവർ എന്ന് പറയുന്നു? അതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. എന്താണ്? പ്രസിഡന്റിന് താല്പര്യമില്ലാത്ത ഫയലാണെങ്കിൽ അത് വേണമെങ്കിൽ ഒപ്പിടാതിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അത് റെഫ്യൂസ് ചെയ്യാതിരിക്കാം. പ്രസിഡന്റിന് ഒരു ഫയൽ വേണമെങ്കിൽ ഒപ്പിടാതെയും റെഫ്യൂസ് ചെയ്യാതെയും കുറച്ചു കാലം തൻ്റെ ടേബിളിൽ തന്നെ സൂക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അതിനെ നമ്മൾ പോക്കറ്റ് വീറ്റോ എന്നാണ് പറയുന്നത്. അടുത്തത്, ദ ചെയർമാൻ ഓഫ് UPSC അപ്പോയിൻറ്റഡ് ബൈ. UPSC ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രസിഡൻ്റാണ്. UPSC ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഹൂ ഈസ് ദ അതോറിറ്റി ടു അപ്പോയിൻറ്റ് ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് ആര്? ചീഫ്
ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പ്രസിഡൻ്റ് ആണ്. ആസ് പെർ ദ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡൻ്റൽ റൂൾ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ പ്രസിഡൻ്റൽ റൂൾ ചെയ്യണമെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? സ്റ്റേറ്റിൽ പ്രസിഡൻ്റൽ റൂൾ കൊണ്ടുവരണമെങ്കിൽ ഏത് ആർട്ടിക്കിളിൻ്റെ നിർദ്ദേശപ്രകാരമാണ്? ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356. The position of Vice President of India greatly resembles the positions of Vice President of which of the following country? ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ പൊസിഷൻ മറ്റേതോ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ പൊസിഷന് ഈക്വലാണ്. അത് ഏത് രാജ്യം എന്നാണ് ചോദ്യം. ഉത്തരം അമേരിക്ക അല്ലെങ്കിൽ USA. USA വൈസ് പ്രസിഡൻറ്റിന് ഈക്വലൻ്റാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഡിക്ലെയർഡ് ദ നാഷണൽ എമർജൻസീസ് ഇൻ 1975? 1975 നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡൻറ്റ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് 1975 നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. അടുത്തത്. ദ ഇന്ത്യൻ പ്രസിഡൻറ്റ് ക്യാൻ നോമിനേറ്റ് 2 മെമ്പേഴ്സ് ഓഫ് 1 കമ്മ്യൂണിറ്റി ടു ദ ലോക്സഭ ഇഫ് ദേ ആർ നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ദ കമ്മ്യൂണിറ്റി ഈസ്. അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് 2 മെമ്പേഴ്സിനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ആ കമ്മ്യൂണിറ്റി ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ പ്രസിഡൻറ്റിന് 2 മെമ്പേഴ്സിനെ ലോക്സഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാം. അത് ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കണം. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 പേരെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് ലോക്സഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിഫൻസ് മിനിസ്റ്റർ who resigned the post following an attack on north-eastern borders of India by China in November 1962. 1962 നവംബറിൽ ചൈനക്കാർ നോർത്ത് ഈസ്റ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ റിസൈൻ ചെയ്ത ഡിഫൻസ് മിനിസ്റ്റർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം VK കൃഷ്ണമേനോനാണ്. അപ്പം ചൈന ഇന്ത്യ 1962 അറ്റാക്ക് ചെയ്തപ്പോൾ ആ സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ VK കൃഷ്ണമേനോനാണ്. രാജിവെച്ച ഡിഫൻസ് മിനിസ്റ്ററും ആരാണ്? VK കൃഷ്ണമേനോൻ. അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ലോ ഓഫീസർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം അറ്റോർണിക് ജനറലാണ്. അറ്റോർണിക് ജനറലാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ലോ ഓഫീസർ. നെയിം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹൂ അഡ്രസ്ഡ് ദ കേരള അസംബ്ലി. കേരള അസംബ്ലി ആദ്യമായി അഡ്രസ്സ് ചെയ്ത ഇന്ത്യൻ പ്രസിഡൻറ്റ് ആര് എന്നാണ്. ഉത്തരം ഡോക്ടർ KR നാരായണൻ. ഡോക്ടർ KR നാരായണനാണ് ഇന്ത്യൻ കേരള അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റാണ് VV ഗിരി. ആരാണ്? VV ഗിരി. ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ കേട്ട് വീണ്ടും കേട്ട് പഠിക്കുക. ഇനിയുള്ള പരീക്ഷകളിലും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക.